ഇന്ന് രാവിലെ ഞങ്ങളുടെ ഒരു ദിവസം ആരംഭിക്കാൻ പോവുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ദിവസം. ഒരാളിവിടെ എണ്ണീറ്റിട്ടില്ല, എണ്ണിക്കാൻ പോകുന്നതേ ഉള്ള ഒരാൾ. രാവിലെ ഇതുവരെ എണ്ണീറ്റിട്ടില്ല അയാൾ. തന്തേ എണ്ണിക്കടാ. ബാക്കിയുള്ള 2 പേര് എണ്ണീറ്റിട്ടുണ്ട്. 2 പേര് എണ്ണീറ്റ്, ഒരാൾ ഉറക്കത്തിലാണ്. അയാൾ എണ്ണീറ്റ്. ശിവാനി രാവിലെ എണ്ണീറ്റ്. ഇപ്പം 3 പേര്, ശിവാനിയും കൺമണിയും പാറും എണ്ണീറ്റിട്ടുണ്ട്. ഇനി തൊഴുത്തൊക്കെ വൃത്തിയാക്കണം. കുറച്ച് കച്ചി നമുക്ക് ഇട്ട് കൊടുക്കാം. നന്ദിക്കുട്ടാ, ഡാ നിനക്കെന്ത് വേണമെന്നേ? എന്ത് വേണമെന്നേ? ചിരിക്കടാ, ചിരിക്കടാന്ന്. ചിരിക്കുന്നില്ലേ? ചിരിക്കടാ. ബാക്കിയുള്ള കച്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രാവിലെ ഒരു കച്ചി തിന്നുക. രാവിലെ അവൻ പൊന്നിയെ ആക്രമിക്കുക. രാവിലെ പൊന്നെ പിടിച്ച് മാറ്റാൻ പൊട്ടിയവനെ കൊടുക്കും. രാവിലെ അവൻ പിള്ളേരെ ഇടിക്കാതെ കണ്ട അവൻ്റെ അന്തേ എന്തുവാ കുഴപ്പം? നിങ്ങൾക്ക് എന്ത് കുഴപ്പം? എന്തുവാ രാവിലെ? രാവിലെ ശിവാനിയെ കുളിപ്പിക്കുക. രാവിലെ ശിവാനിയെ കുളിപ്പിക്കുന്ന പരിപാടിയാണ്. എന്നും രാവിലെ കുളിപ്പിക്കും ശിവാനി. ഇട്ട് കൊടുക്കും. ശിവാനി രാവിലെ കച്ചി കുടിച്ച് പാല് കറക്കാൻ റെഡി ആവുകയാണ്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് നമ്മുടെ അണ്ണൻ പാല് കറക്കാൻ വരും. ഹലോ കൂട്ടുകാരെ, ഞങ്ങൾ ലൈറ്റൊക്കെ ഇട്ട് ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ലൈറ്റൊക്കെ ഇട്ട് സ്റ്റാർ, കഴിഞ്ഞ പ്രാവശ്യം സ്റ്റാർ ഉണ്ടായിരുന്നു, പക്ഷേ വളരെ വിദഗ്ധമായി എലികളത് കട്ട് ചെയ്ത് സഹായിച്ചത് കാരണം സ്റ്റാർ ഇനി ഇതുവരെ വാങ്ങിയിട്ടില്ല. എനിക്കകത്തുനിന്നൊരു സ്റ്റാറും കൂടെ വാങ്ങണം. എലി ഇത്ര കൃത്യമായിട്ട് എങ്ങനെ കട്ട് ചെയ്ത് എടുത്തു എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഈ വഴിയിലാണ് നമ്മുടെ അണ്ണൻ വരുന്ന പാല് കറക്കാൻ. ഇതുവരെ പുള്ളി എത്തിയിട്ടില്ല. നന്ദി അഴിച്ചു വിടുവാണ്. നന്ദി പോവാൻ നമ്മുടെ അണ്ണൻ പാല് കറക്കാൻ വന്നിട്ടുണ്ട്. പാല് കറക്കുകയാണ്. നന്ദി ഒന്ന് കുടിപ്പിച്ചിട്ട് മാറ്റി നിർത്തി. പാല് വായിരിക്കാൻ ക്രിസ്മസ് പൂവിനെ പോലെ താടി പാലിരിക്കുകയാണ്. കുടിപ്പിച്ചിട്ട് മാറ്റി നിർത്തിയിരിക്കുക. നമ്മുടെ പാലെല്ലാം കുപ്പിക്കകത്ത് നിറച്ചിട്ടുണ്ട്. എല്ലാവരുടെയും വീട്ടിൽ കൊടുക്കാനുള്ളതാണ്. കണ്ടോ കാശി വന്നിരിക്കുന്നത്. എൻ്റെ ഒളിഞ്ഞിരിക്കുന്നൊരു കാലൊടിഞ്ഞുകൊണ്ട് അവൻ്റെ അമ്മ എവിടെ പോയി അവനെ അവിടെ ആക്കിയിട്ട് പോയി. അപ്പോൾ കണ്ണീരില്ല. രാവിലെ ഒരു ചായ അടിക്കാം. അന്നൊക്കെ പുള്ളി ആളെ കള്ളക്കണക്കെല്ലാം എഴുതി കൂട്ടുക. ഗോപിയെ തമിഴ് എഴുതുന്നുണ്ട്. തമിഴ്. ഇവിടെ ഞങ്ങളുടെ ആടിൻ്റെയും കോഴിയുടെയൊക്കെ ഒരു വലിയ കൂടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ഇല്ല കാണുന്നതാണ് മറ്റേ നേരത്തെ ഉള്ള കൂട്. അതിനകത്ത് മുയലൊക്കെ ഉണ്ട്. അതിപ്പം പട്ടി കടിക്കാറ് അതൊന്നും പോലെ ഇരിക്കുക. അതുകൊണ്ട് നമ്മൾ വലിയൊരു കൂട് കിട്ടാൻ പോകാം. പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കമ്പിയൊക്കെ വെച്ചിട്ടേ ഉള്ളൂ ഗൈസ്. നമ്മുടെ മുയലുകളൊക്കെ ഉണ്ടോ? മുയലുകൾ, ഇതാണ് നമ്മുടെ മുയലുകൾ. ഞാൻ വന്നപ്പോൾ എണ്ണിക്കാൻ നോക്കി. അപ്പം ഞാൻ പറഞ്ഞ് കിടക്കാൻ. ഇവർ 3 പേരുമാണേ. അല്ല 3 പേരല്ല, 4 പേരുണ്ട്. അടിയിൽ ഒരാളും ഉണ്ടാവും. അപ്പോൾ ഗൈസ് നമ്മൾ പാല് കൊടുക്കാൻ പോയിട്ട് വരാം. ഈ മമ്മയുടെ നമ്മൾ പാല് കൊടുക്കും. ഞായറാഴ്ച ഇയാൾക്ക് വേണ്ട രാവിലെ ഇങ്ങോട്ട് വന്ന് ഇവിടെ ജനലേ ഇന്ന് കിട്ടി പറഞ്ഞാ പോയി ഞായറാഴ്ച. കാരണം ഇയാൾക്ക് സമയമുള്ളപ്പോൾ ടീച്ചറിൻ്റെ വീട് ക്രിസ്ത്യൻസ് നല്ലപോലെ കോരിക്കും അല്ലേ?
സ്റ്റാർ കിട്ടേ ക്രിസ്ത്യൻസിനോ മുസ്ലിംസിനോ ഹിന്ദുവൊന്നുമില്ലല്ലോ, ആർക്ക് വേണമെങ്കിലും ഇവിടെ കുഞ്ഞു കുഞ്ഞു വീടുകളുണ്ട്. അയ്യോ ഇവിടെ ഇതാ കാണുന്നു ഒരു കട. നമ്മളിതാണ് പെണ്ടുമൊളി പോകുന്ന റോഡ്. നമ്മളിപ്പോ പോകുന്നത് എങ്ങോട്ടാണ്? പെണ്ടുമൊളി. പട്ടി പട്ടി അവനെത്തു വെച്ചാ അവൻ കുപ്പിയുണ്ടോ? പിന്നെ അതാദ്യം തരാം, പാള കിട്ടുന്നത്. ഇട്ടോ താഴെ വീടാ. നീ അങ്ങ് പോവല്ലേ താപോ. ഈയൊരു വീട് നമ്മുടെ പട്ടി ഡൊമിനിക്കേ കാട്ടിക്കൂടെ ഓടി. എവിടെ പോകുന്നു കാട്ടിക്കൂടെ? ഇതാണ് ഗൈസ് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് വീട്. കണക്കൂട്ടിയിൽ ഒന്ന് തെറ്റി. ഓഹോ നമ്മളെ വീട് ദോണ്ട ഗൈസ്. വണ്ടിയുടെ ഫ്രണ്ട് സ്പീഡിൽ പോവാ. നമ്മുടെ അങ്ങോട്ടൊരു അമ്പലമാണ് ഗൈസ്. ആൾക്കാരൊക്കെ തന്നെ അവിടെ ഹോട്ടൽ. ഹലോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സൊസൈറ്റി. വീട്ടുകാർക്കെല്ലാം പാൽ കൊടുത്തതിന് ശേഷം സൊസൈറ്റി ബാലൻസ് ഉള്ള പാൽ സൊസൈറ്റി കൊടുക്കാൻ വന്നിരിക്കുകയാണ്. പോവാണ് നമ്മൾ തിരിച്ചു പോവാം. എവിടെ പോന്നു വരിക? എവിടെ പോന്നു? ഇങ്ങോട്ട് വരുമ്പോൾ ഒരു അമ്പലമാണ് ഗൈസ്. ഇങ്ങോട്ട് പോകുന്നത് വിലങ്ങരയാണ്. അവിടെ വള്ളിയുണ്ട്. ആ പാട്ട് പാടാൻ അറിയത്തില്ല, ഇനി പാടരുത്. എന്തുകൂടാ കാണിക്കുന്നേ അമ്മ? അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ വീഡിയോ എൻഡ് ചെയ്യാൻ പോണ്. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.